ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു സാരി ഡിസൈനാണ്. ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡ് പോളി കോട്ടൺ മെറ്റീരിയലാണ്. ഇത് ഒരു 5.5 മീറ്റർ നമ്മൾ കട്ട് ചെയ്ത് മേടിക്കുക. എന്നിട്ട് ഞാനിതിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ കളറാണ്. ഡാർക്ക് ബ്ലൂ കളർ പൈപ്പിംഗ് നമുക്കിതുപോലെ നമുക്കിങ്ങനെ റെഡിമെയ്ഡായിട്ട് എല്ലാ കളറും പൈപ്പിംഗ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് കളറാണോ നമ്മൾ മെറ്റീരിയൽസ് മുറിച്ച് മേടിക്കുമ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് കളറുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു മാച്ചിങ് ആയിട്ട് എനിക്കൊരു ഡാർക്ക് ബ്ലൂ നന്നായിട്ട് തോന്നി. അങ്ങനെ ഞാനിതാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് പൈപ്പിംഗ് മേടിക്കാൻ കിട്ടും. ഇത് നല്ല ഈസിയാണ്. ഇതിങ്ങനെ മേടിച്ച് ഈ സൈഡിലായിട്ട് വെച്ച് ഇങ്ങനെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫുൾ ബോർഡർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ നമുക്ക് ഒന്നുകിൽ ഒരു റോളായിട്ട് മേടിക്കാം, അല്ലെങ്കിൽ സാരിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒരു റോളായിട്ട് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മീറ്റർ വൈസ് നമുക്ക് ബ്ലൗസിനൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ മീറ്റർ വൈസ് നമുക്ക് കട്ട് ചെയ്ത് മേടിക്കാം. അങ്ങനെ ഫുൾ ബോർഡർ ഈ സാരിയുടെ ഫുൾ ബോർഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. നമുക്ക് നെറ്റ് അവൈലബിൾ ആണ്. നെറ്റ് ഒത്തിരി പല കളറിലുള്ള വർക്കുകളൊക്കെ വരുന്ന നല്ല കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രോബെറി ഡിസൈന്, ഫ്ലവർ ഡിസൈനൊക്കെ ഉണ്ട്. അതുപോലെ വലിയവർക്കും പറ്റിയ ഒത്തിരി ഡിസൈൻസ് ഇങ്ങനെ നെറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നെറ്റ് ക്ലോത്ത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് ഇത് കട്ട് ചെയ്ത് ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതിങ്ങനെ നമുക്ക് എന്തോരമാണോ വേണ്ടത്, 1 മീറ്ററൊക്കെ മേടിച്ചാൽ തന്നെ നമുക്ക് ഫുള്ള് നമുക്ക് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിനുള്ളത് മെറ്റീരിയൽ മേടിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്ര മീറ്റർ തുണി ഇങ്ങനെ മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഈ നെറ്റ് കാണത്തില്ലാത്തതുപോലെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്ലവർ മാത്രം കാണുന്ന രീതിയിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അല്ലെങ്കിൽ നമ്മൾ ഒരു സാറ്റൻ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ മണിക്കൂറുകളെടുക്കും. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കിത് ജസ്റ്റ് ഒന്ന് വെട്ടി ഇതൊന്ന് ഒട്ടിച്ചാൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ വെട്ടിയെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഏതൊക്കെ ഭാഗത്താണോ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് എന്ന് പറയുന്നത് നമ്മൾ മുന്താണി ഇടാൻ വേണ്ടിയിട്ട് ആ ബ്ലൗസിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന ഭാഗമാണിത്. അവിടെയായിട്ട് ഒരു ഫ്രണ്ട് പോർഷനിൽ ഒരു 5 ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകിൽ ഫെവി ബോണ്ട് കൊണ്ട് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ അരികുകൾ ചെറുതായിട്ട് സൂചി നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മളിങ്ങനെ പിടിപ്പിച്ചതാണെന്നുള്ളത് അറിയത്തുപോലുമില്ല. നമ്മൾ ചെറുതായിട്ടിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇളകിയൊന്നും പോകത്തില്ല. നല്ല പെർഫെക്റ്റായിട്ട് ഇതിലുള്ളതാണെന്ന് മാത്രമേ പറയത്തുള്ളൂ. അതുപോലെ നന്നായിട്ടിരിക്കും ഇത്. ഇങ്ങനെ ഇത് ഫ്രണ്ട് പോർഷനിൽ വരും. ഇതുപോലെ തന്നെ ഈ സാരിയുടെ മുന്താണിയിലും ഒരു 3 ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്ത് താഴോട്ട് പ്ലീറ്റ്സ് വരുന്ന ഭാഗത്തായിട്ട് ഇടവിട്ട് കുറേ പൂക്കൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഈ 3-4 പൂവ് ഇവിടെ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ബോർഡറിൽ മുകളിൽ തൊട്ട് താഴെ വരെ അങ്ങനെ ഒരു ഡിസൈനിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അതിന് ബ്ലൗസായിട്ട് ഡാർക്ക് ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തത്. ഒന്നുകിൽ ഡാർക്ക് ബ്ലൂ പൈപ്പിംഗ് കൊടുത്തതുകൊണ്ടാണ് ഡാർക്ക് ബ്ലൂ എടുത്തത്. എന്നിട്ട് ഓറഞ്ച് കളറ് പൈപ്പിംഗ് കൊടുത്തു. ഇത് തിരിച്ചു വരും. ഈ സാരിയിൽ നമ്മൾ ഓറഞ്ച് കളർ ബ്ലൗസിന് ഡാർക്ക് ബ്ലൂ കളർ പൈപ്പിംഗ് കൊടുത്ത പോലെ ബ്ലൗസിൽ ഡാർക്ക് ബ്ലൂ കളർ ബ്ലൗസും
ഓറഞ്ച് കളർ പൈപ്പിങ്ങും വരും. ഇതുപോലെ ഇതിൻ്റെ ബ്ലൗസിൽ വർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുത്ത ഭാഗം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ. ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് കുറഞ്ഞ ചിലവിൽ ഇങ്ങനെ മുറിച്ച് മേടിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇങ്ങനെ നെറ്റിൻ്റെ ഇത്രയും പല ടൈപ്പിലുള്ള ഡിസൈൻസ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചുരിദാറിലും ബേബി ഫ്രോക്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.